ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയോട് ശിവയും അതുപോലെ തന്നെ അഭിയും പറയുന്നുണ്ട്, എന്തായാലും നമുക്കിപ്പോൾ പോയിട്ട് തന്നെ അയാളെ കാണാം, നിന്നെ കാണണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. വിവേകേട്ടനാണെങ്കിലോ ഇപ്പോൾ അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ നിനക്കിപ്പോൾ പോകാൻ പറ്റിയ സമയമാണ്. അഞ്ചു കൂടി വരട്ടെ, അവൾ ഫ്രഷ് ആവാൻ പോയിരിക്കല്ലേ. അഞ്ച് വരണ്ട, കാരണം അഞ്ചുവിന് എപ്പോഴും വേണമെങ്കിലും അയാളുടെ അടുത്തേക്ക് പോകാം, ആ വീട്ടിലേക്ക്. പക്ഷെ വർഷയ്ക്ക് അങ്ങനെയല്ലല്ലോ, വിവേകേട്ടൻ ഇല്ലാത്ത സമയത്തല്ലേ അവിടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മൂന്ന് പേരും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ശിവ പറയുന്നുണ്ട്, അഭി നീ ഇവിടെ നിൽക്കണം, അതിനുശേഷം തന്നെ വിവേക് വരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു സിഗ്നൽ തരണം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റവും ഞാൻ എന്തായാലും വരികയാണെങ്കിൽ എന്തെങ്കിലും വിളിച്ച് പറയാം, കൂവി വിളിക്കാം. അങ്ങനെ കുറുക്കനെ പോലെ കൂവി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ഞങ്ങളോട് പറഞ്ഞാലാണ് ഞങ്ങൾ എത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ ചെയ്യാടോ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ രണ്ടുപേരും കൂടി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മല്ലിക പോയിട്ട് അയാളോടായിട്ട് പറയുന്നുണ്ട്, വർഷയും അതുപോലെ ശിവയും സാറിനെ കാണാനായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അയാൾക്ക് സംശയം, ഇപ്പോൾ എന്തായാലും വർഷ എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ വെച്ചും എൻ്റെ കള്ളക്കളി പൊളിച്ചടക്കും. അപ്പോൾ അത് വേണ്ട, അവളെ ഒറ്റയ്ക്കാണ് കാണേണ്ടത്, അതിനുവേണ്ടി പിന്നീട് അവളെ വിളിച്ചു വരുത്തിയാൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ സാറ് പറയുന്നുണ്ട് മല്ലികയോട്, എനിക്ക് അവളെ ഇപ്പോൾ കാണണമെന്നില്ല, എനിക്ക് പേഴ്സണലായിട്ട് കണ്ടാൽ മതി, എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കണം, എനിക്ക് അവൾ മകളെപ്പോലെയല്ലേ, പിന്നെ കുറച്ച് ന്യൂസൊക്കെ ഞങ്ങൾക്ക് പേഴ്സണലി ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ താല്പര്യമില്ല എന്ന് ചെന്ന് പറഞ്ഞേക്കെന്ന് പറയുന്നു. അങ്ങനെ മല്ലിക പോയതിന് ശേഷം തന്നെ ധനപാലനോടും അതുപോലെ തന്നെ നമ്മുടെ വസുന്ധരയോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം തന്നെ അവിടേക്ക് ശിവയും അതുപോലെ തന്നെ വർഷയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സാറിന് ആ വർഷയെ ഒറ്റയ്ക്ക് കാണാനാണ് ആഗ്രഹം, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. വസുന്ധര പറയുന്നുണ്ട്, എന്തായാലും ഒരു പെൺകുട്ടിയെ അയാളുടെ റൂമിലേക്ക് തനിച്ച് പറഞ്ഞയക്കാൻ സാധിക്കില്ല, അയാൾ വേണമെങ്കിൽ ഇവിടെ വരട്ടെ, എന്നിട്ട് സംസാരിച്ചോട്ടെ, നമ്മൾ മാറിക്കൊടുത്താൽ പോരെ എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അഭിയാണെങ്കിലോ സെൽഫിയൊക്കെ എടുക്കാം, എത്ര നേരമായി ബോറടിച്ച് നിൽക്കേണ്ടത്, എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ബാക്കിലൊരു കാറ് വരുന്നുണ്ട്. കാർ അടിപൊളിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഇത് വിവേകേട്ടൻ്റെ കാറാണല്ലോ, ഈശ്വര, ഇനി അവരകത്തുണ്ടല്ലോ, പുറത്ത് വന്നിട്ടുമില്ല, എന്തെങ്കിലും സിഗ്നൽ കൊടുത്തല്ലേ പറ്റുള്ളൂ. വിവേകേട്ടനെ കുറച്ച് നേരം പിടിച്ചു നിർത്താം. അപ്പോൾ വിവേകിനെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. വിവേകേട്ടാ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, നമുക്ക് എന്തെങ്കിലും ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വിവേക രണ്ട് ചെരുപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വർഷ അതിനകത്തുണ്ടെന്ന് കാര്യം മനസ്സിലായി, ഇവളെന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ചായ കുടിക്കാം, നല്ല ഏലക്ക ചായ കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഗ്രാമ്പു ചായ കുടിക്കാം. എന്താ വക്കീലേ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, എന്നാൽ നമുക്ക് ഈ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. ഈ വീട്ടിലേക്ക് പോകണ്ട, എനിക്ക് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ റൂമിലേക്ക് തന്നെ പോകണം. ബാത്റൂമിൽ പോകാനാണോ, അതിനിപ്പോൾ എന്താ, ഇവിടെ പോയാലും മതിയല്ലോ എന്നൊക്കെ പറയുന്നത്. താനൊന്നും ചുമ്മാ ആയിരുന്നു, എനിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും അഭി വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല. പക്ഷേ വിവേകാണെങ്കിലോ എന്തായാലും പോകാനായിട്ട് തയ്യാറായി നിൽക്കുക കേട്ടോ. അതിനുശേഷം തന്നെ അഭിയാണെങ്കിൽ കൂവി വിളിക്കുന്നുണ്ട്, അയ്യോ പാമ്പ് 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 എന്ന് പറയുന്നുണ്ട് കേട്ടോ. എവിടെ പാമ്പ്, അയ്യോ ഇതൊരു 8 അടി മൂർഖൻ വന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നു. ആ സമയത്ത് എല്ലാവരും കൂടി പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ഒരു ബഹളം എന്ന് പറഞ്ഞിട്ട് ശിവയും അതുപോലെ വർഷയും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാമ്പ് പാമ്പ് എന്ന് പറയുന്നുണ്ട്, എന്തൊരു പാമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നും പറയുന്നു കേട്ടോ. ഏത് പാമ്പാണെന്ന് എനിക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് വർഷ പോവാണ്. ആ സമയത്ത് തന്നെയാണ് പറയുന്നത്, അയ്യോ ഇത് രാജവെമ്പാലയാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം എനിക്കൊന്ന് പോയി ഒളിക്കെന്ന് പറഞ്ഞിട്ട് വർഷ ഒളിക്കാനായിട്ട് പോന്നു. വിവേകാണെങ്കിലോ പാമ്പിനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് വർഷയുടെ കാലുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വിവേകിന് കാര്യം മനസ്സിലായി, വർഷ ഇവിടെ ഉണ്ടായതിന് ശേഷം ആയതുകൊണ്ടാണ് അബി ഇങ്ങനെ വിളിച്ചു പോയത് പാമ്പെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേനും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേനും പാമ്പിന് കിട്ടിയ മോനെ കണ്ടോ, ഒരു പാമ്പിനെ ഇവിടെ കണ്ടു, പക്ഷേ അത് ആൺപാമ്പല്ല, ഇതൊരു പെൺപാമ്പാണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി, അല്ല മമ്മിക്ക് ഇഷ്ടം ആണുങ്ങളല്ലല്ലോ പെണ്ണുങ്ങളല്ലേ, അതുകൊണ്ട് പാമ്പുകളും പെണ്ണുങ്ങളാണ് വരുന്നത്. അപ്പോഴത്തേനും വസുന്ധര പറയുന്നുണ്ട്, ആണായാലും പെണ്ണായാലും അതിന് തല്ലി കൊന്നേക്ക് എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അങ്ങനെ തല്ലി കൊല്ലാനൊന്നും പറ്റില്ല, ഇതെന്തോ രാജവെമ്പാല പോലത്തെ ഒരു സാധനമാണ്, പെണ്ണാണ്, എന്നാൽ അതുതന്നെയായിരിക്കും. അപ്പോൾ ധനപാലനും പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും പാവല്ലേ മോനെ, അതിന് നമുക്ക് പാല് കൊടുത്ത് അങ്ങ് വിട്ടേക്കാം, കൊല്ലണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് വിടാൻ പറ്റൂടാടി,
എന്തായാലും എടി പാമ്പേ, നീ ഇത്ര സുന്ദരിയാണെന്നൊന്നും വിചാരിക്കേണ്ട. നിൻ്റെ ഈ കള്ളക്കളി ഞാൻ ഇന്നത്തോടുകൂടി അവസാനിക്കും. മര്യാദയ്ക്ക് നീ ഇറങ്ങി വന്നോ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന വർഷ പറയുന്നുണ്ട്, മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇയാൾ എന്നെക്കുറിച്ചാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ കുറ്റി പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. ശിവയ്ക്കും അതുപോലെ അഭിക്കും കാര്യം മനസ്സിലായി. വർഷയെ കണ്ടോ, വർഷ അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശിവയാണെങ്കിൽ നമുക്കൊന്ന് കളി മാറ്റി പിടിച്ചാലോ, വർഷം എങ്ങനെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞയക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോഴേക്കിനും അഞ്ച് വരുന്നുണ്ട്. എന്താ പാമ്പ്, അവിടെ ഒരു പാമ്പുണ്ടെന്ന്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഏയ് മോളെ പോണ്ട, അവിടെ വലിയൊരു പാമ്പാണ്. എനിക്ക് എന്ത് പേടി ആൻറ്റി, കട്ടപ്പനക്കാരിയാണ് ഞാൻ, എനിക്ക് പാമ്പുകളൊന്നും ഒരു പേടിയില്ല. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ വർഷയെ കാണുന്നുണ്ട് കേട്ടോ. അയ്യോ ഇവളിവിടെ ഉണ്ടോ, പാമ്പ് ഇവിടെ ഇല്ല, പാമ്പ് എവിടേക്കോ പോയി എന്നൊക്കെ പറഞ്ഞ് വിവേകനെ തിരിക്കാനായിട്ട് നോക്കുന്നു. അപ്പോഴത്തേനും ശിവ അവിടെ നിന്ന് അതോ അപ്പടിയാണ് പാമ്പെന്ന് പറഞ്ഞിട്ട് ഒച്ചയുണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് അഞ്ചു വർഷയെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുന്നു. അങ്ങനെ ശിവ പറയുന്നുണ്ട്, അയ്യോ ഇത് ഈ ബെൽറ്റ് കണ്ടപ്പോഴാണ് ഞാൻ പാമ്പാണെന്ന് കരുതിയെന്ന് പറയുന്നു. ഈ സമയത്ത് വർഷം അങ്ങോട്ട് മാറുന്നത് വിവേക് കാണുകയുണ്ടായിട്ടോ. അതിനുശേഷം ഇവൾ മുങ്ങിയല്ലോ. അതിനുശേഷം തന്നെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വർഷ പറയുന്നുണ്ട്, പാമ്പൊക്കെ പോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം തന്നെ വർഷയുടെ ചെരുപ്പ് അവിടെ ഉണ്ട് കേട്ടോ. ഈ ചെരുപ്പ് കാണുമ്പോൾ ഇവൾ ചെരുപ്പിടാതെയാണ് പോയത്. അപ്പോൾ ഇവൾ ഏതൊരു കവിതയിൽ പറയുന്നത് പോലെ ഇവൾ ഓടുക ചെയ്തത്, ചെരുപ്പോട് ഊരി വെച്ചിട്ട്. എന്തായാലും വിവേകാണെങ്കിൽ വർഷയുടെ ചെരുപ്പ് നോക്കിയിരിക്കുന്നുണ്ട്. അതിന് തലോടാനായിട്ട് നോക്കുന്ന സമയത്ത് തന്നെയാണ് വർഷം മുന്നിലേക്ക് വരുന്നതായിട്ടും ആ ചെരുപ്പിടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവേക്, ഇത്രയും ദിവസം ഞാനിവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എന്നെ ആരോടും പറഞ്ഞു കൊടുക്കാഞ്ഞത്, എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിച്ചത്, അതോ എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ അത് ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വിവേക് തൻ്റെ സ്നേഹം വർഷയോട് പ്രകടമാക്കുന്നു. പക്ഷെ അതൊരു സ്വപ്നം പോലെയാണ് കേട്ടോ തോന്നുന്നത്. അതിനുശേഷം ആ ചെരുപ്പ് നോക്കിയിരുന്ന് തന്നെ തോലാടാൻ പോകുന്ന സമയത്ത് ശിവ വന്നിട്ട് കാലിൽ ആ ചെരുപ്പ് ധരിക്കുന്നു. ആ സമയത്ത് അയ്യോ വിവേക്, ഇത് എൻ്റെ ചെരുപ്പാണ്, ഞാനപ്പോൾ ഓടിയ സമയത്ത് അങ്ങനെ പാമ്പിനെ കണ്ടപ്പോൾ ചെരുപ്പ് ഇവിടെ മറന്നു വെച്ച് പോയതാണ്. അത് വിവേക് എന്ത് വിചാരിച്ചു, ഇത് ആരുടെ ചെരുപ്പ്, തൻ്റെയാണോ? അതെ, എൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാണ് വിവേക് ഇതിനെ നോക്കിയിരുന്നത്. അതെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവയുടെ മനസ്സിൽ വിവേകിനോട് ഒന്നുകൂടി ഇഷ്ടം തോന്നുന്നുണ്ട്. വിവേകാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നുണ്ട് കേട്ടോ. പിന്നീട് വർഷയും അഭിയും അഞ്ചുമണി സംസാരിക്കുമ്പോഴത്തേനും എൻ്റെ ചെരുപ്പ് അവിടെ പെട്ടു. ശിവ പോയിട്ട് എത്ര നേരമായി, ചെരുപ്പും കിട്ടാനില്ല. അപ്പോൾ ശിവയാണെങ്കിലോ ഒരു സ്വപ്നലോകത്തിൽ എന്ന പോലെ തന്നെ ആ ചെരുപ്പുമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇത് വിവേക് എൻ്റെ ചെരുപ്പാണെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊന്നുമല്ല, എൻ്റെ ചെരുപ്പാണെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അഞ്ചു നമ്മുടെ വർഷയും പറയുന്നുണ്ട്. അല്ല അതൊന്നുമല്ല, അയാൾ എന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അഭിയും അതുപോലത്തെ ശിവയും തമ്മിൽ അങ്ങ് വാക്കുതർക്കം ഉണ്ടാവുക കേട്ടോ ചെയ്യുന്നത്. ആ വിവേകേട്ടന് എന്നെ മാത്രം ഇഷ്ടം, എൻ്റെ ചെരുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നോക്കി നിന്നതെന്നും നമ്മുടെ അഭിയും പറയുന്നുണ്ട് കേട്ടോ. അല്ല വിവേക് എന്നോട് പറഞ്ഞിരിക്കുകയാണ്, വിവേകിന് എന്നെയാണ് ഇഷ്ടമെന്ന് ശിവയും പറയുന്നുണ്ട്. അല്ലാതെ നിന്നെയൊന്നുമല്ല, എന്തായാലും ഒരു പ്രപ്പോസ് എന്തായാലും അടുത്ത് വരും എനിക്ക് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിവേകേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഈ എല്ലാ കള്ളക്കളിയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വർഷ നമ്മുടെ അഭി പറഞ്ഞു വാശി പിടിക്കുന്നു കേട്ടോ. വർഷയും അഞ്ചും ഇത് കേട്ടിട്ട് അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കല്ല വിവേകിനെ കിട്ടാനായിട്ട് പോകുന്നത്. വിവേക് ഒരുപാട് സ്നേഹിക്കുന്ന വർഷയെ തന്നെയാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.